എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോണിലെ കോൺടാക്റ്റ് സെറ്റിങ്സിൽ കുറച്ച് നല്ല ഫീച്ചേഴ്സൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ആ സെറ്റിങ്സൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന പ്രധാന മാറ്റം കോൾ റെക്കോർഡിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. നേരത്തെ നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് അനൗൺസ്മെൻ്റ് ആയിട്ട് കോൾ റെക്കോർഡ് ചെയ്യുന്നത് അനൗൺസ്മെൻ്റ് ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മറുവശത്തുള്ള ആളെ അറിയിക്കുന്നതിനായിട്ട് ഒരു ബെൽശബ്ദം മാത്രമാണ് ഇപ്പോൾ കേൾപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കോൾ റെക്കോർഡിങ്ങിൽ വന്നിരിക്കുന്ന ഈ പ്രധാന മാറ്റങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുത്തിടെയായി ഫോണിൻ്റെ കോൺടാക്റ്റിൽ നമ്മൾക്കേറെ ഉപകാരപ്രദമായ 2 അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അപ്ഡേറ്റുകൾ എന്താണെന്ന് അറിയുന്നതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫോണിൻ്റെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു പോപ്പപ്പിൻ്റെ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. കോൾ ഹിസ്റ്ററി, സെറ്റിങ്സ്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നിങ്ങനെ 3 ഓപ്ഷനുകളുള്ള ഒരു പോപ്പപ്പിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യേണ്ടതാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത വന്നിരിക്കുന്ന വിൻഡോയിൽ ധാരാളം ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള അഡ്വാൻസ്ഡ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ്, തൊട്ട് താഴെയായിട്ട് ഫ്ലിപ്പ് ടു സൈലൻസ് എന്നീ 2 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഇവിടെ കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ ഫോൺ റിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ വിളിക്കുന്ന ആളുടെ പേരും അനൗൺസ്മെൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ അടുത്തുനിന്ന് അല്പം ദൂരെ മാറിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പേര് വിളിച്ച് പറയുന്നതിനാൽ നമുക്ക് അല്പം ദൂരെ നിന്നാണെന്ന് പറഞ്ഞാലും ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ആരാണ് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് നമുക്ക് മാറി നിന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർ നമ്മൾ വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമുക്ക് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ ആരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ റിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ വിളിക്കുന്ന ആളുടെ പേരും നമുക്ക് അനൗൺസ്മെൻറ്റിൽ കേൾക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു മൊബൈൽ ഫോൺ ഉപഭോക്താവ് എന്ന നിലയിൽ ഈ ഫീച്ചേഴ്സ് കൊണ്ട് നമുക്കുള്ള ഉപകാരം ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാവുന്നതാണ് കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്നുള്ള ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ അനൗൺസ് കോളർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ താഴോട്ട് ഒരു പോപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അനൗൺസ് കോളർ ഐ ഡി, അതിൻ്റെ അകത്ത് 3 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓൾവേസ്, ഒന്നാമത്തത് ഓൾവേസ്, രണ്ടാമത്തത് ഒൺലി വെൻ യൂസിങ് എ ഹെഡ്സെറ്റ്, മൂന്നാമത്തത് നെവർ എന്നിങ്ങനെ 3 ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തത് ഓൾവേസ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് വരുന്ന എല്ലാ കോളുകൾക്കും അനൗൺസ്മെൻ്റ് ഉണ്ടാകും. അതാരാണ് വിളിച്ചതെന്നുള്ള അവരുടെ പേര് സഹിതം അനൗൺസ്മെൻ്റ് ഉണ്ടാകും. രണ്ടാമത്തത് ഓൺലി വെൻ യൂസിങ് എ ഹെഡ്സെറ്റ്, നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ആ അനൗൺസ്മെൻറ്റ് നമുക്ക് വരികയുള്ളൂ. മൂന്നാമത്തത് നെവർ എന്നുള്ളതാണ്. നമുക്ക് ഈ അനൗൺസ്മെൻ്റ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ നെവർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കോളർ ഐ ഡി അനൗൺസ്മെൻറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമുക്ക് ഉപകാരപ്രദമായ ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ എടുക്കാണ്ട് തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോള് ആരാണ് വിളിച്ചതെന്നുള്ള വിവരം നമുക്ക് ദൂരെ നിന്ന് തന്നെ നമുക്ക് ആ റിംഗ് ടോൺ കേൾക്കുമ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ആളെ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് വിളിച്ച ആളുടെ വിളിയുടെ ഗൗരവം അനുസരിച്ച് നമുക്ക് ഫോൺ കോള് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുള്ള ഉപകാരം. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. നമ്മൾ പുറകോട്ട് പോവുകയാണ്. ഇനി ഏറ്റവും താഴ്ഭാഗത്തായിട്ട് തന്നെ അതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ള ഓപ്ഷനാണ്. ആ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഞാൻ ആ ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ള ഓപ്ഷൻ ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഈ ഓപ്ഷൻ ഓണാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണെങ്കിൽ
നമുക്ക് എടുക്കാനായിട്ടുള്ള സൗകര്യക്കുറവൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോൺ ഒന്നെടുത്ത് കമഴ്ത്തി വെച്ചാൽ മാത്രം മതിയാകുന്നതാണ്. അപ്പോൾ തന്നെ ആ ഫോൺ കോൾ കട്ടായി പോകുന്നതാണ്. അതാണ് ഈ ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊണ്ടുള്ള ഒരു ഗുണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്പ് ടു സൈലൻസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് വളരെയധികം ഉപകാരമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്ത് ആരാണ് വിളിച്ചതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതിവിടെ നമ്മുടെ ഫോൺ എടുത്ത് ഒന്ന് കമഴ്ത്തി വെച്ചാൽ മാത്രം മതിയാവുന്നതാണ്. ആ ഫോൺ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാകുന്നതാണ്. പ്ലേസ് യുവർ ഡിവൈസ് ഫേസ് ഡൗൺ ഓൺ എ ഫ്ലാറ്റ് സർഫസ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഓണാക്കി വയ്ക്കുക. ഇനി നമ്മുടെ ഫോണിൽ കോൺടാക്റ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന അടുത്ത ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചേഴ്സാണ്. അതിനായിട്ട് നമ്മൾ മുകളിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞുള്ള ഹെഡ്ലൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റെക്കോർഡിംഗ് എന്നുള്ളതിന് തൊട്ട് താഴെയായിട്ട് ഡിലീറ്റ് റെക്കോർഡിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് എത്ര ദിവസം വരെ ഡിലീറ്റ് ആകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 7 ദിവസത്തേക്ക്, 14 ദിവസത്തേക്കും 30 ദിവസത്തേക്കുമാണ്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ദിവസം മാത്രമേ നമ്മുടെ ഫോണിലുള്ള കോൾ റെക്കോർഡിംഗ് സൂക്ഷിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ ഏതാണ് നമുക്ക് അനുയോജ്യമായത് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നെവർ എന്നുള്ളതാണ് ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഭാഗത്തായിട്ട് ഡിലീറ്റ് ഓൾ റെക്കോർഡിങ്സ് നൗ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ ഡിലീറ്റ് ഓൾ റെക്കോർഡിങ്സ് എന്നുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോപ്പപ്പ് വിൻഡോയിൽ നമ്മൾ എത്ര റെക്കോർഡിംഗ് നടന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് എത്ര MB നമ്മുടെ ഫോണിൻ്റെ സ്പേസ് ചിലവായെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ഈ പോപ്പപ്പ് വിൻഡോയിൽ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാനിവിടെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല, ക്യാൻസൽ പറയുകയാണ്. ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് എന്നുള്ള ഒരു ഹെഡ്ലൈനോടുകൂടി ഒരു ഭാഗം കാണാവുന്നതാണ്. അതിന് താഴെ ഭാഗത്തായിട്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് അൺനോൺ നമ്പേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇതിവിടെ നമ്മൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾക്ക് പരിചയമില്ലാത്ത ഫോണിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ. അത് ഞാൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഭാഗത്തായിട്ട് ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ദിസ് നമ്പേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ അനുസരിച്ച് നമ്മുടെ കോൺടാക്റ്റുള്ള ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ കോളിൽ നിന്ന് വരുന്ന ഫോൺ കോൾ മാത്രമായിട്ട് നമുക്കിവിടെ കോൾ റെക്കോർഡിംഗ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കത് ആക്ടിവേറ്റ് ആക്കി കൊടുക്കണമെങ്കിൽ ആക്ടിവേറ്റ് ആക്കാവുന്നതാണ്. അതിനായിട്ട് ആ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുതേ.